തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള ചില വാർത്തകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ദുഃഖം തോന്നും. മോൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കരച്ചിൽ കണ്ടാലും മതി എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതിനെ അന്വർത്ഥമാക്കുന്ന ചില സംഭവങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയട്ടെ. ശ്രീ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി UDF കേരളത്തിൽ അധികാരത്തിൽ വന്നതോടുകൂടി തിരുവനന്തപുരം നഗരത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ നഗരത്തിൽ ഇറങ്ങിയാൽ ശുഭ്ര വസ്ത്രധാരികളായ അനേകം പേരെ കാണാൻ പറ്റും. അതിൽ ഖദർധാരികളുടെ എണ്ണമാണ് കൂടുതലും, അതും സെക്രട്ടേറിയറ്റും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളിലും. കഴിഞ്ഞ 10 വർഷത്തെ മുരടിപ്പിന് ശേഷം ഉണ്ടായ ഒരു ഉണർവ് എല്ലായിടത്തും ദൃശ്യമാണ്. തിരുവനന്തപുരം സംസ്ഥാന തലസ്ഥാനം കൂടി ആയതിനാൽ ഇവിടെ വന്നു പോകുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുതലായിട്ടുണ്ട്. വിഴിഞ്ഞം കൂടി വികസിച്ചാൽ തിരുവനന്തപുരം ലോക നഗരങ്ങളിൽ ഒന്നായി മാറും. തിരുവനന്തപുരം നഗരം പൊതുവെ ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു പ്രദേശമായിട്ടാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്. അതിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ ദൃഷ്ടിയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യേണ്ടി വന്നത്. 2 ദിവസം മുമ്പ് രാവിലെ നടക്കാൻ പോയപ്പോൾ ഒരു ശുചീകരണ തൊഴിലാളി വഴിയിൽ വെച്ച് കണ്ടു. അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ നാം ഞെട്ടിപ്പോകും. റോഡ് അരികിൽ വച്ചിരിക്കുന്ന വേസ്റ്റ് ബിന്നുകളിൽ ആരോ രാത്രിയിൽ മനുഷ്യ മാലിന്യം കൊണ്ട് നിക്ഷേപിച്ചിട്ട് പോകുന്നു പോലും. കഴിഞ്ഞ 2 ദിവസമായി വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു കുറ്റകൃത്യമായിട്ടാണ് അയാൾ അതിനെ വിശേഷിപ്പിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ മൊത്തം ദുർഗന്ധം ഉണ്ടാകട്ടെ എന്ന് ആരോ ആഗ്രഹിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശമെന്ന്. അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. പണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തിയ CPM-കാരെയാണ് ഇത്തരണത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. അവർ തിരുവനന്തപുരം നഗരത്തെ ഒരു ശൗചാലയമാക്കി മാറ്റി. മൂക്ക് പൊത്താതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അന്ന്. തിരുവനന്തപുരം നിവാസികളിൽ ചിലരെങ്കിലും അത് ഓർക്കുന്നുണ്ടാവും. 2 ദിവസം മുമ്പ് കണ്ട മറ്റൊരു വാർത്ത ഞാൻ പറയാം. അതും ഏറെ വിഷമുണ്ടാക്കുന്ന ഒന്നായിരുന്നു. അർദ്ധരാത്രിയിൽ ഒരാൾ അനധികൃതമായി ആമ ഇഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ കണ്ടു. അയാൾ അത് തടയാൻ ശ്രമിച്ചു. ആ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഷമീർ എന്ന ഒരാളെ പിടികൂടി. പോലീസ് അന്വേഷണം നടക്കുന്നു എന്നറിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കേരള അതിർത്തിയിലുള്ള കുളത്തൂർ വെച്ചാണ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിക്കുകയും അത് തിരുവനന്തപുരം നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജന പരിപാടികളെ തുരങ്കം വയ്ക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് സംഭവിക്കുകയും ചെയ്തു. ഷമീർ എന്ന ഈ കുറ്റവാളി ചാലയിലെ CPM-ന്റെ പ്രവർത്തകനാണ് എന്ന കാര്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന അഴുക്കുചാൽ ആയ ആമ ഇഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ BJP ഭരിക്കുന്ന നഗരസഭ ക്രിയാത്മകമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ആ ഉദ്യമത്തെ തുരങ്കം വയ്ക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. 1 കൊല്ലം മുമ്പ് ജോയി എന്ന ഒരു ശുചീകരണ തൊഴിലാളി ആമ ഇഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച സംഭവം നമ്മൾ പലരും മറന്നു കാണില്ല. BJP തിരുവനന്തപുരം നഗരസഭയിൽ വിജയിക്കുകയും ശ്രീ VV രാജേഷ് മേയറായി വരികയും ചെയ്തതിനു ശേഷം നഗര ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നാം സ്ഥിരം കാണുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആമ ഇഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ജനസംസാരം സത്യമാണെങ്കിൽ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് CPM എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ്. കഴിഞ്ഞ 45 വർഷം തിരുവനന്തപുരം നഗരം ഭരിക്കുകയും നഗരത്തെ ഈ നിലയിൽ ആക്കിയിട്ട് പോവുകയും ചെയ്ത പാർട്ടിയാണ് CPM. 2025 നവംബർ മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് അധികാരം ഏൽപ്പിച്ചു കൊടുത്തത് ഇവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങളാണ് ജനാധിപത്യത്തിൽ സുപ്രീം. ജനഹിതത്തെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ലോകത്ത് ഒരിടത്തും നിലനിന്നിട്ടില്ല. ഏകാധിപതികൾ പോലും ജനമുന്നേറ്റത്തിന് മുന്നിൽ പകച്ചു നിന്നിട്ടേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിനെതിരായി ജനങ്ങൾ തെരുവിലിറങ്ങി. റഷ്യ, പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ നിലംപരിശായി. ജനാധിപത്യത്തിൽ ഭരണം കിട്ടുകയും നഷ്ടപ്പെടുകയും ചെയ്യും. അത് മനസ്സിലാക്കാതെ ജനഹിതത്തെ അട്ടിമറിക്കാൻ നടത്തിയിട്ടുള്ള ഒരു ശ്രമവും ആത്യന്തികമായി വിജയിച്ചിട്ടില്ല. ഭാരതത്തിൽ ഇപ്പോൾ BJP എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവരെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ ശ്രമിച്ചാൽ അത് പരാജയത്തിലായിരിക്കും ചെന്നെത്തുക. CPM ഇവിടെ ശ്രമിക്കേണ്ടത് നല്ല ഒരു പ്രതിപക്ഷമായി തുടരുക എന്നതാണ്. ഭരണപക്ഷത്തിൻ്റെ തെറ്റുകളെ ജനസമക്ഷം കൊണ്ടുവന്ന് അവരുടെ മനസ്സ് മാറ്റിയെടുക്കുക ആണ് വേണ്ടത്. അല്ലാതെ മുഷ്ടിയിലൂടെ നേടാം എന്ന് വിചാരിച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പല പ്രാവശ്യം തെളിഞ്ഞിട്ടുള്ളതാണല്ലോ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ടാപ്പുകൾ പൂട്ടിവെച്ച് ജലക്ഷാമം സൃഷ്ടിച്ചത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് കരുതരുത്.
പാളയം മാർക്കറ്റിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന ഗൂണ്ടാപ്പിരിവും കെടുകാര്യസ്ഥതയും മാറ്റി അവിടെ കട നടത്തുന്നവർക്കും സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർക്കും സ്വീകാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇന്നത്തെ കോർപ്പറേഷൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്യാധീനപ്പെട്ട് കിടന്ന 3 കൺവെൻഷൻ സെന്ററുകൾ, അതായത് കല്യാണ മണ്ഡപങ്ങൾ തിരിച്ചുപിടിക്കാനും അതിൻ്റെ വരുമാനം കോർപ്പറേഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു. നായശല്യം തിരുവനന്തപുരം നഗരത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഇപ്പോഴത്തെ ഭരണസമിതി ശ്രമിക്കുന്നു എന്ന് അറിയുന്നത് തന്നെ അഭിനന്ദനീയം തന്നെ. കഴിഞ്ഞ 45 വർഷം ഭരണം കയ്യിലിരുന്നപ്പോൾ ഇക്കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ CPM-ന് സമയം കിട്ടിയില്ല. വെറും 6 മാസമായി കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ പഴിചാരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവർക്ക് സമയം കൊടുക്കുക, നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു എന്ന്. തിരുവനന്തപുരം നഗരത്തിലെ പൗരന്മാരുടെ ക്ഷേമമാണ് ഇന്ന് ഭരിക്കുന്ന UDF ഗവൺമെന്റിന്റെ ലക്ഷ്യമെങ്കിൽ അതിന് നഗരസമിതിയെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം കോർപ്പറേഷന് അതിൻ്റെതായ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. മറ്റു പല സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയും പൂർണ്ണ സഹകരണമില്ലാതെ ഒരു പദ്ധതിയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ കോർപ്പറേഷൻ മാത്രം കഴിഞ്ഞു എന്ന് വരില്ല. ഇന്ന് കോർപ്പറേഷൻ ഭരണം നടത്തുന്ന BJPക്ക് ഉള്ള പ്രധാന പ്രശ്നം അവർക്ക് അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. CPM-ഉം കോൺഗ്രസും അടങ്ങുന്ന പ്രതിപക്ഷം അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഈ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ വേണ്ടി അവരുടെ ഊർജവും സമയവും ചെലവഴിക്കേണ്ടി വരുന്നു. ഇവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ സതീശനോടാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് കേരളത്തിന് ആവശ്യമുള്ള എല്ലാ സഹായവും ചെയ്യാൻ എപ്പോഴും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഭരണകർത്താവാണ്. ഉദാഹരണത്തിന് നമ്മുടെ ബഹുമാന്യായ PWD മന്ത്രി ശ്രീ PK ബഷീർ ബഹുമാനപ്പെട്ട കേന്ദ്ര ഗതാഗത മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജിയെ ജൂലൈ 8-ാം തീയതി ഡൽഹിയിൽ വെച്ച് കണ്ടിരുന്നു. അദ്ദേഹം കൊണ്ടുപോയ എല്ലാ പ്രപ്പോസലുകളും അംഗീകരിക്കുകയും ഏകദേശം 2100 കോടി രൂപ കേരളത്തിന് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രധാനമന്ത്രിയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1000 കോടി രൂപ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്രം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അത് എന്തുമാത്രം കൃത്യതയോടെ ചെലവാക്കി എന്നതിൽ സംശയമുണ്ട്. അത് നമുക്ക് മറ്റൊരിക്കൽ ചിന്തിക്കാം. ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, തിരുവനന്തപുരം നഗരത്തിന് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 113 ഇലക്ട്രിക്കൽ ബസ്സുകൾ നൽകിയിരിക്കുന്നു. പഴയ ഗവൺമെൻറ് അത് തിരുവനന്തപുരം നഗരത്തിൽ ഉപയോഗിക്കാതെ മറ്റ് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചു എന്ന് പരാതി ഉയർന്നു വന്നതാണ്. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. അങ്ങയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ഈ തിരുവനന്തപുരം നഗരത്തിലാണ്, അങ്ങ് താമസിക്കുന്നത് ഈ നഗരത്തിലാണ്. അതുകൊണ്ട് ഈ നഗരത്തിൻ്റെ പുരോഗമനം അങ്ങയുടെ മുൻഗണനാ പട്ടികയിൽ പെട്ടതായിരിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അങ്ങയുടെ പാർട്ടിക്കാരനായ ശ്രീ ശബരിനാഥ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തുന്ന ഇടപെടലുകൾ യഥാർത്ഥത്തിൽ അങ്ങ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ പ്രതിച്ഛായയാണ് ബാധിക്കുന്നത്. അയാളുടെ കൊടരായ്മ കൊണ്ട് അങ്ങയുടെ സൽപ്പേരിന് കളങ്കം വരാതെ നോക്കേണ്ടത് അങ്ങയുടെ കടമയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണം തിരുവനന്തപുരം കോർപ്പറേഷന് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും അങ്ങയുടെ കടമയാണ്. തിരുവനന്തപുരത്തെ ഒരു നോളജ് സിറ്റിയാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകരിച്ച കാര്യം നാം കേട്ടിരുന്നു. അതായത് തിരുവനന്തപുരത്തെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് ആക്കി മാറ്റുക എന്നതാണ് ഉദ്ദേശം. അതുകൂടാതെ പണ്ട് നമ്മുടെ MP ആയ ശ്രീ ശശി തരൂർ തിരുവനന്തപുരത്തെ ട്വിൻ സിറ്റി, അതായത് ബാഴ്സലോണ മോഡൽ ഇരട്ട നഗരങ്ങൾ ആക്കി മാറ്റും എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ശ്രീ ശശി തരൂർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയായ കോൺഗ്രസ് കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു കൊടുക്കേണ്ടത് ഈ സർക്കാരിൻ്റെ ചുമതലയാണ്. തിരുവനന്തപുരം നഗരത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ CPM എന്ന രാഷ്ട്രീയ പാർട്ടി അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ വൃത്തികേടുകളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വാഴോട്ടുകോണം വാർഡ് മെമ്പറായിരുന്ന ശ്രീ സുഗതൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ കേസുകളെല്ലാം കൂട്ടിച്ചേർത്ത് കാപ്പയാക്കി അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. മുൻ മേയറും മുൻ MLA-യുമായ ഒരാൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് കേൾക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ശാസ്തമംഗലം വാർഡിൽ നിന്ന് ജയിച്ച ശ്രീമതി ശ്രീലേഖയുടെ ഓഫീസ് അന്നത്തെ ഒരു MLA കൈയടക്കി വച്ചിരിക്കുകയായിരുന്നു. മാധ്യമങ്ങളുടെ ഇടപെടലിന് ശേഷമാണ് അദ്ദേഹം ആ സ്ഥലം ശ്രീമതി ശ്രീലേഖയ്ക്ക് വിട്ടുകൊടുത്തത്. തിരുവനന്തപുരത്തും കേരളത്തിലും ഭരണം മാറിയ കാര്യം സഹാക്കൾക്ക് ഇതുവരെയും ബോധ്യമായിട്ടില്ല. മറ്റൊരു ബംഗാളും ത്രിപുരയും ഇവിടെയും ആവർത്തിക്കാനാണ് സഹാക്കൾ കോപ്പ് കൂട്ടുന്നത്. ഭാരതത്തിലെ ഏറ്റവും വൃത്തിയുള്ള സിറ്റി മധ്യപ്രദേശിലെ ഇൻഡോറാണ്. പണ്ട് വളരെ വൃത്തിഹീനമായിരുന്ന ഒരു നഗരമായിരുന്നു ഇൻഡോർ. അവിടേക്ക് സ്ഥലം മാറി വന്ന ഒരു IAS ഓഫീസറാണ് ആ നഗരത്തെ പൂർണ്ണമായും മാറ്റിയത്. അദ്ദേഹം അതൊരു മാതൃകാ നഗരമായി മാറ്റിയെടുത്തു.
ഏതൊരു മാറ്റത്തിനും പിന്നിൽ ഒരാൾ ഉണ്ടാകണം. അങ്ങനെ ആയാൽ മാറ്റങ്ങൾ സ്വാഭാവികമായി ഉണ്ടായി വരും. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്നിടത്തോളം കാലം BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന് കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സഹായവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കേന്ദ്ര സഹായങ്ങൾ കണ്ടുപിടിച്ച് വാങ്ങിയെടുക്കേണ്ടത് കേരളം ഭരിക്കുന്ന UDF-ഉം കോർപ്പറേഷൻ ഭരിക്കുന്ന BJP-യും ചേർന്ന് ആയിരിക്കണം. അതിനുള്ള സപ്പോർട്ട് ഇവിടെ ജീവിക്കുന്ന നമ്മൾ കൊടുക്കണം. ഓരോ ആവശ്യത്തിനായി ദിനം പ്രതി ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യൻ്റെയും സന്തോഷമാണ് ഈ നഗരത്തിൻ്റെ സന്തോഷം. നന്ദി, നമസ്കാരം.